ലോകത്ത് മനുഷ്യൻ ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ സ്വദേശത്താകട്ടെ വിദേശത്താകട്ടെ ബെഡ്റൂമിലാകട്ടെ ബാത്റൂമിലാകട്ടെ കോളേജിലാകട്ടെ വീട്ടിലാകട്ടെ എവിടെയാകട്ടെ ഏത് സമയത്താകട്ടെ രാത്രിയാകട്ടെ പകലാകട്ടെ എവിടെയാണെങ്കിലും നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു അല്ലാഹുവുണ്ട് എന്ന ബോധം ഒരു മനുഷ്യന് കൃത്യമായിട്ട് ഉണ്ടായാൽ അവൻ ഒരിക്കലും മദ്യപിക്കാൻ കഴിയില്ല, അവനൊരിക്കലും തന്റെ ഭാര്യയെ വഞ്ചിക്കാൻ കഴിയില്ല, അവൾക്കൊരിക്കലും അവളുടെ ഭർത്താവിനെ വഞ്ചിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരാൾക്കൊരിക്കലും അഴിമതി ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് നിരപരാധികളുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് ചാവേറായി പൊട്ടിത്തെറിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് കഴിയില്ല. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമന പൈതങ്ങളെ പീഡനത്തിനിരയാക്കാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും സാധ്യമല്ല. മുതലാളി എന്നെ നോക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഷെൽഫിൽ നിന്ന് പണം എടുക്കാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ മുതലാളി കണ്ടില്ലെങ്കിലും, എന്റെ ഉപ്പ അറിഞ്ഞില്ലെങ്കിലും, എന്റെ വാർഡൻ എന്നെ നിരീക്ഷിച്ചിട്ടില്ലെങ്കിലും, എന്റെ അധ്യാപകൻ എന്നെ കണ്ടില്ലെങ്കിലും സദാസമയവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്, ഒരു അല്ലാഹുവുണ്ട്, ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവൻ അഴിമതിക്കാരനാകാൻ കഴിയില്ല, അവന് ശിർക്ക് ചെയ്യാൻ കഴിയില്ല, അവന് ബിദ്അത്ത് ചെയ്യാൻ കഴിയില്ല, അവന് യാതൊരുവിധ തെറ്റും അവന് ചെയ്യാൻ കഴിയില്ല.